ഇവിടെ എല്ലാ സിനിമകളിലും പല ടൈപ്പ് വേഷങ്ങളാണ് ചെയ്യുന്നത്. ഈ ഇടയ്ക്കിറങ്ങിയ സിനിമകളൊക്കെ പല ടൈപ്പ് വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ദിവസം ഷൂട്ട് കാണാൻ വന്നപ്പോഴും ഞാനുമായിട്ട് ഇതേ പ്രൊഡ്യൂസർമാരുടെ ഒരു സിനിമയിലേക്ക് ഞാൻ വന്നൊന്ന് കാണും. അന്ന് വേറെ ടൈപ്പാണ്. ഈ ഒരു ക്യാരക്ടർ നമ്മളെ കൈക്കുള്ള ഭദ്രമാണെന്ന് കൃത്യമായിട്ട് വിശ്വസിച്ചാണല്ലോ ഡയറക്റ്റ് ഏൽപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചോ എനിക്കിത് ചെയ്താൽ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കും എന്നൊരു സംശയം വല്ലതും വന്നിരുന്നു? എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറായിരുന്നു. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ നമുക്ക് വരുമ്പോൾ ചെയ്യാനും കുറച്ചുകൂടെ നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫീൽ ചെയ്ത് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു മാക്സിമം ഔട്ട്പുട്ട് വരുന്നത്. ഒട്ടും ബന്ധമില്ലാത്ത, ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ തെലുഗു ഒരു ഫിലിം ചെയ്തിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ഡയലോഗോ അർത്ഥമോ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാനത് കമ്മിറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒട്ടും കണക്ട് ചെയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു അത് ആ പടത്തിൻ്റെയോ അവരുടെയോ ഒന്നും മിസ്റ്റേക്ക് അല്ല. പേഴ്സണലി എനിക്ക് ലാംഗ്വേജ് അറിയാത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. പക്ഷെ ഇത് ഞാൻ വളരെ കണക്ട് ചെയ്ത് ഇമോഷണലി ഞാൻ ഫീൽ ചെയ്തൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതില്ലായിരുന്നു. പക്ഷെ മാക്സിമം നന്നായി ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. ഒരു ടേക്ക് എടുത്തതിന് ശേഷം ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് നമുക്ക് അതൊന്നുകൂടെ റീടേക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേറെ ദിവസമാണോ ആ ദിവസം രാത്രിയാണോ ആ ദിവസം തന്നെ പിന്നെ ഒന്നും കൂടെ എടുത്തപ്പം കുറച്ചുകൂടെ ബെറ്ററായി. സോ അവരും നമ്മളും കൂടെ ഒരു ഇരുന്നിപ്പം തെറ്റുണ്ടെങ്കിൽ തെറ്റാണ് ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുമിച്ചത് ചെയ്ത് ഫൈനലി ആണല്ലോ ആൾക്കാർ ഇത് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്നിലൊരു വിശ്വാസം അവർക്കും ഉണ്ടായിരുന്നു, എനിക്ക് അവരിലൊരു വിശ്വാസമുണ്ട്. അങ്ങനെ അതുകൊണ്ട് അതൊരു വലിയൊരു പ്രഷറൊന്നും അല്ലായിരുന്നു. ഇവർ രണ്ടുപേരുമായിട്ട് എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ ഫ്രീ സമയങ്ങളിൽ? സണ്ണിച്ചനായിട്ട് എനിക്ക് അധികം അങ്ങനെ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല. സണ്ണിച്ചനെ പിന്നെയും നമ്മൾ പുറത്താണ് മീറ്റ് ചെയ്തിട്ടുള്ളത് ഷൂട്ടിനേക്കാളും. സൈജു ചേട്ടനായിട്ട് ഉണ്ടായിരുന്നു. സൈജു ചേട്ടനായിട്ടാണ് എൻ്റെ കൂടുതൽ, ബിക്കോസ് ഞാൻ ആളുടെ വൈഫ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ സൈജു ചേട്ടൻ മറ്റേ സ്ത്രീകളോടൊന്നും അധികം അങ്ങോട്ട് കയറി സംസാരിക്കാത്ത ഒരാളാണ്. അനാവശ്യമായ കോൺവെർസേഷൻ ഒന്നും നമ്മളിനി പറഞ്ഞിട്ട് ഇനി അത് അവർക്ക് അനാവശ്യമായി തോന്നണ്ടെന്നുള്ളൊരു ഇതിലുള്ള ആളാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. അപ്പം ഞാൻ അങ്ങോട്ടാണ് ആലോ സൈജു ചേട്ടാ ആ പടം അടിപൊളി, ആ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, മറ്റേ ഇതിൽ മധുര മനോഹര മറ്റേ ആ ഒരു ഡാൻസില്ലേ അതൊക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനാണ് ആളെ ഒന്ന് കൂളാക്കി എടുത്ത്. പിന്നെ ഇപ്പം നമ്മൾ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മൾ ഖത്തറിലെല്ലാം പോയി. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഓക്കെ, ഇപ്പൊ കുറേ ആയി ട്രാവൽ ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച്, കുറച്ച് കാലങ്ങളായി. ഞാൻ ചേട്ടാ സണ്ണി ഒന്ന് കണ്ണ് നനഞ്ഞെന്ന് പറഞ്ഞില്ലേ, ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നു. ഞാൻ അഭിലാഷം എന്ന് പറഞ്ഞ എൻ്റെ പടം ആണല്ലോ ലാസ്റ്റ് റിലീസായത്. ഈ അഭിലാഷത്തിൻ്റെ തിയേറ്റർ വിസിറ്റിന് ഞാൻ കാലിക്കറ്റ്, മലപ്പുറം ഒക്കെ പോയായിരുന്നു. ഇപ്പോൾ കാലിക്കറ്റ് ഒരു തിയേറ്ററിൽ വെച്ചിട്ട് ഈ ഷോ കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ടീം കയറി. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പോൾ ഞാനിങ്ങനെ ക്രൗഡെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇപ്പോൾ സ്ക്രീനിൻ്റെ കുറച്ചുകൂടെ അടുത്തേക്കായി, പുറകിലായി. അപ്പം കണ്ണ് കുറച്ച് ചുമന്നിരിപ്പുണ്ട് ഈ വന്ന ആളുടെ. അപ്പം പുള്ളിയുടെ വന്നിട്ട് പറയണത്, നീ മാളികപ്പുറത്തിൽ തുടങ്ങിയതാണ് കരയിപ്പിക്കാൻ. അപ്പം പുള്ളി പറയണമെന്ന് വെച്ചാൽ മാളികപ്പുറം ഓക്കെ കരഞ്ഞു, ഞങ്ങൾ ഭരതനാട്യം കോമഡി പടമാണ്, അതിൽ ലാസ്റ്റ് കരയിപ്പിക്കുകയായിരുന്നു. അഭിലാഷ് റൊമാൻറ്റിക് മൂവിയാണ്, അതിലും കരയിപ്പിച്ചു. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ വെച്ചാൽ ഈ ഫാൻറ്റസി പടത്തിലും ഇനിയിപ്പം ഇതാണ് കണ്ണീരാണ്. അല്ല, അത് തന്നെ എല്ലാത്തിലും പുള്ളി അത് തന്നെ പറയണത്. പുള്ളി അതായത് അത്രയ്ക്കും ആ സ്റ്റോറിയായിട്ട് ഇവരടുക്കുന്നതുകൊണ്ടാണല്ലോ അത്. അതെ. അപ്പം ഇതിലും ചിലപ്പം അത് സംഭവിക്കാം. അപ്പം ഇനിയിപ്പോൾ ഞാൻ കാലിക്കട്ട് പോയതിലെ പുള്ളിയും കൈ വയ്ക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.